ക്ലിഫ് ഹൗസിൽ കർട്ടന് 7 ലക്ഷം രൂപയോ? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയിൽ കർട്ടൻ സ്ഥാപിക്കുന്നതിന് 7 ലക്ഷം രൂപയോ? നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്പോരിലേക്ക് നയിച്ചു. കർട്ടൻ സ്വർണം പൂശിയതാണോ എന്ന് കെ രമ പരിഹസിച്ചു. കേരളത്തിൽ മുടങ്ങാതെ നടക്കുന്നത് ക്ലിഫ് ഹൗസ് നവീകരണം മാത്രമാണ്. ജനങ്ങളെ കൊള്ളയടിക്കുന്ന സർക്കാരാണിതെന്നും അവർ കുറ്റപ്പെടുത്തി. ക്ലിഫ് ഹൗസിൽ കാലിത്തൊഴുത്ത് ആദ്യമായിട്ടാണോ എന്ന് ചോദിച്ച CPM അംഗം കെ ബാബു MLA, കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ ഉണ്ടായിരുന്നപ്പോഴും നീന്തൽക്കുളങ്ങൾ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ക്ലിഫ് ഹൗസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പന്തംകൊളുത്തി പ്രകടനം നടത്തിയിരുന്നു. PT ബൽറാം, യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു നൈറ്റ് മാർച്ച് എന്ന പ്രതിഷേധം. രാജ്ഭവന് മുന്നിൽ നിന്നും ആരംഭിച്ച് ക്ലിഫ് ഹൗസ് പരിസരത്തേക്കായിരുന്നു മാർച്ച്. നൂറുകണക്കിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ചിൽ അണിനിരന്നിരുന്നു. പ്രതിഷേധക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രമുള്ള ബാനറുകൾ വലിച്ചു കീറുകയും ഫ്ലക്സ് ബോർഡുകളിലേക്ക് ചെളിയെറിയുകയും ചെയ്തിരുന്നു. സർക്കാർ ഫ്ലക്സ് ബോർഡുകളും DYFI ബോർഡുകളും പ്രവർത്തകർ നശിപ്പിച്ചിരുന്നു. ക്ലിഫ് ഹൗസിലെ നീന്തൽക്കുളത്തിനായി 31,92,360 രൂപ സംസ്ഥാന സർക്കാർ ചിലവിട്ടിരുന്നു. ടൂറിസം ഡയറക്ടറേറ്റിൽ നിന്നും വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിലാണ് ക്ലിഫ് ഹൗസിലെ സ്വിമ്മിംഗ് പൂളിനായി ലക്ഷങ്ങൾ ചിലവഴിച്ചതായുള്ള കണക്കുകൾ പുറത്തുവന്നത്. തിരുവനന്തപുരം അമരവിള സ്വദേശിയായ അഭിഭാഷകൻ അഡ്വക്കേറ്റ് CR പ്രാണകുമാർ നൽകിയ അപേക്ഷയിലാണ് ടൂറിസം ഡയറക്ടറുടെ ഓഫീസിൽ നിന്ന് മറുപടി ലഭിച്ചത്. വാർഷിക അറ്റകുറ്റപ്പണികൾക്ക് 2 തവണയായി 6 ലക്ഷത്തോളം രൂപ ചെലവിട്ടിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ചതും നാശാവസ്ഥയിലുമായ കുളമാണ് പുനരുദ്ധാരണം നടത്തി നന്നാക്കിയതെന്നാണ് ടൂറിസം ഡയറക്ടറേറ്റ് നൽകിയ വിവരാവകാശ മറുപടി വ്യക്തമാക്കുന്നത്.